പ്രമാദമായ റിയാസ് മൗലവി കൊലക്കേസിൽ RSS പ്രവർത്തകരായ 3 പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതിയുടേതാണ് ഉത്തരവ്. 2017 മാർച്ച് 10-നാണ് മദ്രസ അധ്യാപകനായ റിയാസ് മൗലവി കൊല്ലപ്പെട്ടത്. കേസിലെ ഗൂഢാലോചന പുറത്തുവരണമെന്നും വിധിയിൽ അപ്പീൽ പോകണമോ എന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി വിധി നിരാശാജനകമാണെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. വിധി കേട്ടയുടൻ റിയാസ് മൗലവിയുടെ ഭാര്യ പൊട്ടിക്കരയുകയായിരുന്നു. ബന്ധുക്കൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും വിധി വേദനയുണ്ടാക്കി. കാസർഗോഡ് ചൂരിപ്പള്ളിയുടെ ഉള്ളിൽ വെച്ചാണ് റിയാസ് മൗലവി കൊല ചെയ്യപ്പെട്ടത്. തുടർന്ന് കാസർഗോഡ് സ്വദേശികളായ അജേഷ് എന്ന അപ്പു, നിതിൻ കുമാർ, അഖിലേഷ് എന്നിവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസിൽ അറസ്റ്റിലായത് മുതൽ പ്രതികൾ ജയിലിൽ തന്നെയാണ്. സംഭവം നടന്ന 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ടാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതെ പോയത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 97 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 1 മുതൽ 4 വരെയുള്ള പ്രധാന സാക്ഷികൾക്ക് പുറമെ BSNL, എയർടെൽ, ഐഡിയ കമ്പനികളുടെ പ്രതിനിധികൾ, കേസ് അന്വേഷണത്തിൽ മേൽനോട്ടം വഹിച്ച മുൻ ക്രൈംബ്രാഞ്ച് SP-യും ഇപ്പോൾ കൊച്ചി മേഖല DIG-യുമായ ഡോക്ടർ ശ്രീനിവാസൻ, അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇപ്പോഴത്തെ കാസർഗോഡ് DYSP PK സുധാകരൻ, മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരം മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ 97 പേരെയാണ് വിസ്തരിച്ചത്. പ്രതിഭാഗം ഒരു സാക്ഷിയെ ഹാജരാക്കിയിരുന്നു. സമീപത്തെ ക്ഷേത്രത്തിലെ ഓഫീസ് സെക്രട്ടറിയാണ് പ്രതിഭാഗം വിസ്തരിച്ചത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശോകൻ, അഡ്വക്കേറ്റ് ഷൈജിത്ത്, അഡ്വക്കേറ്റ് റാഹൂൺ എന്നിവരാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. പ്രതിഭാഗത്തിന് വേണ്ടി തലശ്ശേരി ബാറിലെ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുനിൽകുമാറാണ് ഹാജരായത്. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്, ചിന്നക്കട, കൊല്ലം.